ഒരു റൈറ്റ് വേ ടു മേക്ക് എ ഡിസിഷൻ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുവാണ്. പക്ഷേ റേ ഡാലിയോയ്ക്ക് ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ട് ടു ഹൗ ടു മേക്ക് എ ഡിസിഷൻ എന്നുള്ളത്, ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സ്. അപ്പോൾ അത് എങ്ങനെയാണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? റേ ഡാലിയോ തന്നെ പറഞ്ഞത് ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. 2 സ്റ്റെപ്പ് പ്രോസസ് വെച്ചാൽ ഒന്ന് ലേൺ ആൻഡ് ദെൻ ഡിസൈഡ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ ലൈഫിലെ മേജർ ഡിസിഷൻസ് എല്ലാം എടുക്കേണ്ടതെന്നാണ് പറയണത്. അതർ വേ ആയിരിക്കുകയും ചെയ്യരുത്. കാരണം നമ്മൾ സാധാരണ പറയണത് ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡിസിഷൻ എടുക്കും, പിന്നെ അതിനെപ്പറ്റി പഠിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കാർ വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ നേരെ ചെല്ലുന്നു. ചിലപ്പോൾ നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ ഒരു കാർ ഷോപ്പിൽ ചെല്ലുന്നു. കാർ ഷോപ്പിൽ സെയിൽസ്മാൻമാർ അതിൽ എക്സ്പേർട്ടുകളാണ്. അവർ നമ്മളെ അവരുടേതായിട്ടുള്ള സെയിൽസ് ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കും. നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നില്ല, ഒരു കാറിനെ പറ്റിയും പഠിക്കില്ല എന്ന് വിചാരിക്കുക. നമ്മൾ ചെന്ന് അത് വാങ്ങി വീട്ടിൽ വെച്ച് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും, അയ്യോ ഇതല്ലല്ലായിരുന്നു എനിക്ക് വേണ്ടത്. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പോലെ. അപ്പോൾ എപ്പോഴും നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് ഒരു കാര്യത്തിന് മുമ്പ് പഠിച്ചതിന് ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ്.